ജില്ലയിൽ മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പുലിയിറങ്ങുന്നത് പതിവാകുന്നു. മുപ്പിളിയിലും അതിരപ്പിള്ളിയിലും ജനവാസ മേഖലയിൽ പുലിയിറങ്ങി ഭീതിയോടെ പ്രദേശവാസികൾ. തൃശൂർ ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അംഗൻവാടികൾക്ക് ഒരാഴ്ച അവധി. സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകണമെന്ന പോലീസ് നിർദ്ദേശം പാഴ്വാക്കായി. ടിക്കറ്റ് നൽകാൻ ജീവനക്കാർ തയ്യാറാകാത്തതാണ് തീരുമാനം നടപ്പിലാക്കാത്തതിന് പിന്നിലെന്ന് ബസ്സുടമകൾ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോണുകൾ തകരാറിലാകുന്നതായി പരാതി. തകരാർ പരിഹരിക്കാൻ വൻ തുക ഈടാക്കി സർവീസ് സെന്ററുകൾ. ദക്ഷിണ റെയിൽവേയിൽ മികച്ച വരുമാനമുള്ള സ്റ്റേഷനുകളിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ 9ാം സ്ഥാനത്ത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ വരുമാനം 155 കോടി രൂപ. വാർത്തകൾ വിശദമായി. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ മുപ്പിളിയിൽ പുലിയിറങ്ങുന്നത് നാട്ടുകാരിൽ ഭീതി പടർത്തുന്നു. പകൽ സമയത്ത് പോലും ഈ പ്രദേശത്ത് പുലിയെ കാണാറുള്ളതായി പ്രദേശവാസികൾ പറയുന്നു. ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന റിസാൽ എന്ന യുവാവാണ് റോഡിന് കുറുകെ റബ്ബർ തോട്ടത്തിലേക്ക് ഓടിക്കയറുന്ന പുലിയെ കണ്ടത്. പ്രദേശത്ത് പുലിയിറങ്ങി പശുക്കളെ ആക്രമിക്കുന്നത് പതിവാണ്. കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി പശുവിനെ കൊന്ന സ്ഥലത്തു നിന്ന് 200 മീറ്റർ മാറിയാണ് പുലിയെ യാത്രക്കാർ കണ്ടത്. പാലപ്പള്ളി മേഖലയിൽ പുലിയുടെ ആക്രമണം പതിവാണെങ്കിലും ആദ്യമായാണ് നാട്ടുകാർ പുലിയെ കാണുന്നത്. ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതോടെ പുലിയെ പിടികൂടുന്നതിനുള്ള കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. അതിരപ്പള്ളിയിലും കഴിഞ്ഞ ദിവസം രാത്രി പുലിയിറങ്ങി. അതിരപ്പള്ളി റോഡിലൂടെ സഞ്ചരിച്ചിരുന്ന വാഹനയാത്രക്കാർ പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ട്. മലക്കപ്പാറ റോഡിന്റെ ഒരു വശത്താണ് പുലിയെ കണ്ടത്. സംസ്ഥാനത്ത് ചൂട് കൂടുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തൃശൂർ അടക്കം 12 ജില്ലകളിൽ ഉയർന്ന താപനില അനുഭവപ്പെടും. തൃശൂർ, കൊല്ലം, പാലക്കാട് ജില്ലകളിൽ ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം, തൃശൂർ ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെയും ചൂട് ഉയരും. സാധാരണയേക്കാൾ 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരാനാണ് സാധ്യത. ഉഷ്ണതരംഗ സാധ്യത മുന്നിൽ കണ്ട് ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്ത് അംഗൻവാടികൾക്ക് ഒരാഴ്ച അവധി. ഉഷ്ണതരംഗ മുന്നറിയിപ്പിനെ തുടർന്നാണ് അവധി പ്രഖ്യാപിച്ചത്. കുട്ടികൾക്ക് നൽകേണ്ട സപ്ലിമെന്ററി ന്യൂട്രീഷൻ വീട്ടിലെത്തിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകണം എന്ന പോലീസ് നിർദ്ദേശം പാഴ്വാക്കായി. നഗരത്തിൽ വേഗപരിധി പാലിക്കണമെന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും പാലിക്കപ്പെടുന്നില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തൃശൂർ സിറ്റി ട്രാഫിക് എൻഫോഴ്സ്മെന്റ് യൂണിറ്റിൽ നടത്തിയ യോഗത്തിലായിരുന്നു പോലീസ് നിർദ്ദേശങ്ങൾ നൽകിയത്. തൃശൂർ നഗരത്തിൽ നിന്നും സർവീസ് നടത്തുന്ന എല്ലാ ബസ്സുകളിലും മാർച്ച് 1 മുതൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകണം എന്നായിരുന്നു നിർദ്ദേശം. ബസ്സുകളിൽ ടിക്കറ്റ് നൽകാൻ ജീവനക്കാർ തയ്യാറാകാത്തതാണ് തീരുമാനം നടപ്പാക്കാത്തതിന് പിന്നിലെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകാനുള്ള തീരുമാനത്തെ തങ്ങൾ സ്വാഗതം ചെയ്തിരുന്നതായും ഇവർ പറയുന്നു. ഡ്രൈവറും കണ്ടക്ടറും യൂണിഫോം ധരിക്കണമെന്നും ലൈസൻസ് കൈവശം വയ്ക്കണമെന്നും യോഗത്തിൽ നിർദ്ദേശിച്ചിരുന്നു. തൃശൂർ നഗരത്തിൽ 30 കിലോമീറ്ററായി വേഗപരിധി നിശ്ചയിക്കുകയും ചെയ്തു. സ്വരാജ് റൗണ്ടിലെ ഇടതുവശത്തെ 2 ട്രാക്കുകളാണ് ബസ്സുകൾക്ക് അനുവദിച്ചത്. എന്നാൽ ഈ നിർദ്ദേശങ്ങൾ നടപ്പായിട്ടില്ല. തുടർ പരിശോധനയ്ക്ക് പോലീസും തയ്യാറാകുന്നുമില്ല. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോണുകൾ തകരാറിലാകുന്നതായി പരാതി. തകരാർ പരിഹരിക്കാൻ വൻ തുക ഈടാക്കുകയാണ് സർവീസ് സെന്ററുകൾ. ഏതാനും ദിവസങ്ങളായി നിരവധി പേരാണ് പരാതിയുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. പുതിയ ഫോണുകളിൽ പോലും തകരാർ സംഭവിക്കുന്നു. ഫോണിലെ ഡിസ്പ്ലേയിൽ പച്ചവര തെളിയുക, ബാറ്ററിയിൽ ചാർജ് നിൽക്കാതാവുക തുടങ്ങിയ തകരാറുകളാണ് ഏറെയും. സർവീസ് സെന്ററുകളെ സമീപിക്കുമ്പോൾ തകരാർ പരിഹരിക്കാൻ വലിയ തുകയാണ് ആവശ്യപ്പെടുന്നത്. ഫോൺ വിറ്റഴിച്ചതിന് ശേഷവും സോഫ്റ്റ്വെയറുകൾ വഴി ഫോണിന്റെ നിയന്ത്രണം കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് പരാതിക്കാർ ആക്ഷേപമുന്നയിച്ചു. ഗ്രീൻ ലൈൻ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലൈൻ ഫോം ചെയ്തതിന് ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ സാംസങ്ങിൻ്റെ കസ്റ്റമർ സർവീസിൽ കൊണ്ടുവന്നാൽ സാംസങ് കമ്പനി ഡിസ്പ്ലേ റീപ്ലേസ് വാറൻറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് കൊല്ലം പോളയത്തോടുള്ള സാംസങ്ങിൻ്റെ കസ്റ്റമർ സർവീസിൽ ഫോൺ കൊണ്ടുവന്നപ്പോൾ നമ്മൾ സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചത് എന്ന പേരിൽ അതിൻ്റെ അകത്തുള്ള UV ഗം കയറിയിട്ടാണ് ലൈൻ ഫോം ചെയ്തതെന്ന് പറഞ്ഞ് ഇവർ ആ ഒരു റിജക്റ്റ് ചെയ്യുവാണ്. നമ്മൾ റൂൾസും ഇതും അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയർ അപ്ഡേഷനാണ്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കംപ്ലൈൻറ്റുമായിട്ട്. പക്ഷെ അവർ പല പല റീസൺസ് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുവാണ്. ദക്ഷിണ റെയിൽവേ മികച്ച വരുമാനമുള്ള 100 സ്റ്റേഷനുകളെ പ്രഖ്യാപിച്ചപ്പോൾ 9ാം സ്ഥാനത്ത് തൃശൂർ റെയിൽവേ സ്റ്റേഷൻ. 2023-24 സാമ്പത്തിക വർഷത്തിലെ കണക്കാണ് പ്രഖ്യാപിച്ചത്. 155 കോടി രൂപ വരുമാനവുമായാണ് തൃശൂർ 9ാം സ്ഥാനത്ത് എത്തിയത്. പട്ടികയിലെ ആദ്യ 25 സ്റ്റേഷനുകളിൽ 11 സ്റ്റേഷനുകൾ കേരളത്തിൽ നിന്നുള്ളതാണ്. സംസ്ഥാനതലത്തിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നീ സ്റ്റേഷനുകൾക്ക് ശേഷം 4ാം സ്ഥാനത്താണ് തൃശൂർ.
ജംഗിൾ സഫാരിയടക്കം അതിരപ്പള്ളി മേഖലയിലെ വിനോദസഞ്ചാര സംവിധാനങ്ങൾക്കെതിരെ ആസൂത്രിത നീക്കം നടക്കുന്നതായി ആരോപണം. കഴിഞ്ഞ ദിവസം ജംഗിൾ സഫാരിക്കിടെ കാനനപാതയിൽ ആന പ്രത്യക്ഷപ്പെട്ടതിനെ പർവ്വതീകരിച്ച് പ്രചാരണമുണ്ടായതിൽ വിനോദസഞ്ചാരികൾ കടുത്ത പ്രതിഷേധത്തിലാണ്. മൃഗങ്ങളെ കാണുകയെന്നതാണ് ജംഗിൾ സഫാരിയുടെ ലക്ഷ്യം. തൽപരരായവർ പണം മുടക്കി ഇതിന് മുതിരുകയും ചെയ്യുന്നു. വല്ലപ്പോഴും വനപാലകരുടെ വാഹനങ്ങൾ മാത്രം സഞ്ചരിക്കുന്ന ചെമ്മൺ പാതയിലേക്കാണ് ആന കയറി വന്നത്. ജീപ്പ് വരുന്നത് കണ്ടയുടനെ കൊമ്പൻ കാട്ടിലേക്ക് പോവുകയും ചെയ്തു. ഇതാണ് പിന്നീട് ജംഗിൾ സഫാരി സംഘത്തിനെ ആന ആക്രമിക്കാൻ തുനിഞ്ഞുവെന്ന് പ്രചാരണമുണ്ടായതെന്ന് വനപാലകർ പറയുന്നു. 2 മാസം മുൻപ് തുടങ്ങിയ ജംഗിൾ സഫാരി ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതിന്റെ പിന്നിലെന്നും വനപാലകർ സംശയിക്കുന്നു. ആക്രമണകാരികളായ മൃഗങ്ങളില്ലാത്ത സ്ഥലത്താണ് ജംഗിൾ സഫാരി ഏർപ്പെടുത്തിയത്. ചാലക്കുടി പുഴയുടെ മറുകരയായ പ്ലാന്റേഷനിലെ 15-ാം ബ്ലോക്കിൽ നിന്നാണ് 4.5 മണിക്കൂർ നീളുന്ന ജംഗിൾ സഫാരി ആരംഭിക്കുന്നത്. വനപാലകരുടെ വാഹനത്തിൽ പുഴയോട് ചേർന്നുള്ള കാട്ടുപാതയിലൂടെ സഞ്ചരിച്ച് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ എറണാകുളം ജില്ലയിലുള്ള ഭാഗത്ത് എത്തിച്ചേരുന്നതാണ് യാത്ര. കുത്തിന്റെ മുകളിലും താഴെയും മനോഹരമായ കാഴ്ച ആസ്വദിച്ച് ആനക്കല്ല് ഫോറസ്റ്റ് ക്യാമ്പിലെത്തും. ഏറുമാടത്തിലെ വിശ്രമവും ലഘുഭക്ഷണവും കഴിഞ്ഞ് 3-ാം ബ്ലോക്കിലൂടെ തിരിച്ചെത്തുന്ന ജംഗിൾ സഫാരിയിലേക്ക് 6 പേർക്ക് 10,000 രൂപ ഈടാക്കുന്നു. തുടക്കത്തിൽ തന്നെ കുപ്രചരണമുണ്ടായാൽ പദ്ധതി മുളയിൽ തന്നെ അവസാനിപ്പിക്കേണ്ടി വരുമെന്ന ആശങ്കയുമുണ്ട് വനപാലകർക്ക്. TCV ചാലക്കുടി. ചേറ്റുവ ഹാർബറിന് സമീപം മണൽത്തിട്ടയിലിടിച്ച് വള്ളം തകർന്നു. കഴിമ്പ്രം സ്വദേശികളായ ഇരിങ്ങത്തുരുത്തി മണി, പനയ്ക്കൽ സാഗരൻ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള തട്ടകത്തമ്മ എന്ന വള്ളമാണ് തകർന്നത്. കുറച്ചു ദിവസങ്ങളായി വള്ളം ഹാർബറിന് സമീപം കെട്ടിയിട്ടിട്ട് ഞായറാഴ്ച മത്സ്യബന്ധനത്തിന് പോകുന്നതിനായി വന്നപ്പോഴാണ് വള്ളത്തിന്റെ അടിഭാഗവും എഞ്ചിനും തകർന്ന നിലയിൽ കാണുന്നത്. അടിഭാഗം തകർന്ന് വെള്ളം കയറിയ നിലയിലായിരുന്നു. ഏകദേശം 20 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നതായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. വർഷങ്ങളായി ഹാർബറിന് സമീപമുള്ള മണൽത്തിട്ട നീക്കണമെന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം നിലനിൽക്കുകയാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യം ഇതുവരെയും നിറവേറ്റിയിട്ടില്ല. 2 ആഴ്ച മുൻപാണ് കുടിയമ്പുഴ ദേവസ്വത്തിന്റെ കീഴിലുള്ള അമ്പാടി വള്ളം മണൽത്തിട്ടയിൽ ഇടിച്ച് തകർന്നത്. വാഴച്ചാലിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കണ്ണൻകുഴി സ്വദേശി കാരിക്കൽ രവിയുടെ മകൻ 35 വയസ്സുള്ള സതീഷാണ് മരിച്ചത്. സുഹൃത്തായ അജിത്തിന്റെ ബൈക്കിലാണ് യുവാവ് സഞ്ചരിച്ചിരുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ദിവസം പൊകലപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ പോളിംഗ് ബൂത്തിൽ നിന്ന് വോട്ട് ചെയ്ത ശേഷം ഇരുവരും വീട്ടിലേക്ക് മടങ്ങവേ വാഴച്ചാൽ ഇരുമ്പ് പാലത്തിനു സമീപം വെച്ച് ഇവരുടെ ബൈക്ക് എതിരെ വന്നിരുന്ന ജീപ്പുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സതീഷ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ദേശീയപാത എടക്കഴിയൂർ ജുമാഅത്ത് പള്ളിക്ക് സമീപം നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ ലോറിയിൽ ഇടിച്ച് 3 പേർക്ക് പരിക്ക്. പിറവം സ്വദേശികളായ നോബിൾ വർഗീസ്, ആൻമരിയ, സോബിൾ വർഗീസ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പുലർച്ചെയായിരുന്നു അപകടം. കാസർഗോഡ് നിന്ന് പിറവത്തേക്ക് പോകുകയായിരുന്ന കാർ പെരുമ്പാവൂരിൽ നിന്ന് പൂനെയിലേക്ക് പ്ലൈവുഡ് കയറ്റി പോവുകയായിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ആമ്പക്കാട് പള്ളിത്താഴത്ത് പാടത്ത് അഗ്നിബാധ. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1:30യോടെയാണ് തീപിടുത്തമുണ്ടായത്. പാടത്തിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണത്തിലേക്ക് തീ പടർന്നത് വലിയ അഗ്നിബാധയ്ക്ക് ഇടയാക്കി. 5 മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അകമല ചെട്ടിയാർകുന്നിലെ ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ 7 മണിയോടെയാണ് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം കണ്ടെത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ കാട്ടാന സാന്നിധ്യം അറിഞ്ഞ് നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ശബ്ദമുണ്ടാക്കിയും ആനകളെ തുരത്താൻ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ രാവിലെ കാട്ടാനകൾ വീണ്ടും ജനവാസ മേഖലയിൽ എത്തുകയായിരുന്നു. വീട്ടുപറമ്പുകളിലെ പ്ലാവുകളിൽ നിന്നും ചക്കകൾ തിന്നും നിരവധി വാഴകൾ ചവിട്ടിയൊടിച്ചും നാശനഷ്ടമുണ്ടാക്കിയാണ് ആനകൾ മടങ്ങിയത്. ഹയർ സെക്കൻഡറി ഗ്രേസ് മാർക്ക് മാനദണ്ഡം പുതുക്കി. അതേസമയം ഇരട്ട ആനുകൂല്യം നിർത്തിയിട്ടുമുണ്ട്. ഒരേ നേട്ടത്തിന് ഗ്രേസ് മാർക്കും ബോണസ് പോയിന്റും പുതിയ മാനദണ്ഡത്തോടെ ഇല്ലാതാകും. ഇരിഞ്ഞാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ചൊവ്വാഴ്ച. വർഷത്തിൽ ആദ്യമായി ഭഗവാൻ ക്ഷേത്രമതിൽക്കെട്ടിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുക പള്ളിവേട്ട ദിവസമാണ്. ക്ഷേത്രമതിൽക്കെട്ട് വിട്ട് പുറത്തിറങ്ങുന്ന സംഗമേശ്വരനെ കേരള പോലീസ് റോയൽ സല്യൂട്ട് നൽകി ആദരിക്കും. തുടർന്ന് 3 ഗജവീരന്മാരുടെ അകമ്പടിയോടെ പള്ളിവേട്ട ആൽത്തറയിലേക്ക് വേട്ടയ്ക്കായി പുറപ്പെടും. തുടർന്ന് പള്ളി ഉറക്കത്തിനായി ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടെ പള്ളിവേട്ട ചടങ്ങുകൾ പൂർത്തിയാകും. കാട്ടൂരിൽ ബൈക്ക് യാത്രികർ തമ്മിലുള്ള വാക്കുതർക്കം കത്തിക്കുത്തിൽ കലാശിച്ചു. 4 പേർക്ക് പരിക്ക്.
ശനിയാഴ്ച അർദ്ധരാത്രി കാട്ടൂർ ഇല്ലിക്കാട് പള്ളിക്ക് സമീപമാണ് സംഭവം. ബൈക്കിൽ പോകുന്നതിനിടെ 2 സംഘങ്ങൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. 2 വിഭാഗത്തിലുമായി 4 പേർക്ക് പരിക്കേറ്റു. എടമുട്ടം സ്വദേശികളായ മാടാജി വീട്ടിൽ ശ്രീരാഗ്, അതുൽ, കാരയിൽ ഷനിൽ, എടക്കുളം സ്വദേശി പഷ്ണത്ത് ശിവനുണ്ണി എന്നിവർക്കാണ് പരിക്കേറ്റത്. 3 പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ മാസം കരുവന്നൂർ മൂർക്കനാട് ഉത്സവ വെടിക്കെട്ടിനിടെ 2 സംഘങ്ങൾ ചേരിതിരിഞ്ഞു നടന്ന സംഘർഷത്തിൽ 5ഓളം പേർക്ക് കുത്തേൽക്കുകയും 2 പേർ മരിക്കുകയും ചെയ്തിരുന്നു. പുത്തൻപീടിക തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെയും പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ക്ഷേത്രത്തിലെയും ഭണ്ഡാരങ്ങൾ കുത്തിപ്പൊളിച്ചു. തോന്നിയക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുരയിൽ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റീൽ ഭണ്ഡാരമാണ് കുത്തിപ്പൊളിച്ചത്. രാവിലെ ക്ഷേത്രനട തുറക്കാൻ ജീവനക്കാർ എത്തിയപ്പോഴാണ് ഭണ്ഡാരം പൊളിച്ചതായി കാണുന്നത്. പെരിങ്ങോട്ടുകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നവഗ്രഹങ്ങളുടെ മുൻപിൽ സ്ഥാപിച്ചിട്ടുള്ള ഭണ്ഡാരത്തിന്റെ പൂട്ട് പൊളിക്കുകയും ക്ഷേത്രം സമിതി ഓഫീസ് തുറന്ന് അലമാര പൊളിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്ഷേത്രം ഭാരവാഹികൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. പേരാമംഗലം തെച്ചുകോട്ടുകാവ് ക്ഷേത്ര മൈതാനത്ത് നിർത്തിയിട്ടിരുന്ന കാറിന് തീപിടിച്ചു. മനപ്പടി സ്വദേശി തടത്തിൽ കണ്ണൻ എന്നയാളുടെ ഇന്നോവ കാറിനാണ് തീപിടിച്ചത്. ബോണറ്റിന്റെ ഭാഗത്തു നിന്നാണ് തീയും പുകയും ഉയർന്നത്. കാറിന്റെ മുൻഭാഗം കത്തിനശിച്ചു. ആളപായമില്ല. കേരള പഞ്ചഗുസ്തി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പുരുഷ വനിതാ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പ് തൃശൂരിൽ സംഘടിപ്പിച്ചു. സംസ്ഥാന പഞ്ചഗുസ്തി അസോസിയേഷൻ ചെയർമാൻ VM മുജീബ് റഹ്മാനും സംസ്ഥാന പ്രസിഡന്റ് ജോയ് പ്ലാശ്ശേരിയും മത്സരിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി ദേശീയ അന്തർദേശീയ താരങ്ങളടക്കം 250ഓളം മത്സരാർത്ഥികൾ മാറ്റുരച്ചു. വിജയികളിൽ 1ഉം 2ഉം സ്ഥാനം നേടുന്നവർ ജൂൺ 6, 7, 8 തീയതികളിൽ ആസാമിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കും. പഴയോട്ടുമുറിയിൽ നായ കുറുകെ ചാടിയതിനെ തുടർന്ന് സ്കൂട്ടറിൽ നിന്നും വീണ് 3 പേർക്ക് പരിക്കേറ്റു. വെള്ളറക്കാട് പീടികയിൽ വളപ്പിൽ അബ്ദുൽ ഖാദർ, സീന, അൻഫ എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പേരെയും എരുമപ്പെട്ടി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ ഇരിങ്ങപ്പുറത്ത് ബൈക്കും സൈക്കിളും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. ബൈക്ക് യാത്രികൻ ചാട്ടുകുളം ചേമ്പലക്കാട്ടിൽ അഫീസ്, സൈക്കിൾ യാത്രക്കാരൻ ഇരിങ്ങപ്പുറം രാമനത്ത് സാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. രാവിലെ 7:30 ഇരിങ്ങപ്പുറം സെന്ററിലായിരുന്നു അപകടം. പരിക്കേറ്റവരെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പെരുമ്പിലാവിൽ നിയന്ത്രണം വിട്ട ബൈക്ക് റോഡരികിൽ പാർക്ക് ചെയ്ത ബൈക്കിൽ കൂട്ടിയിടിച്ച് യുവാവിന് ഗുരുതര പരിക്ക്. കോക്കൂർ ചിയാനൂർ ചേമ്പിലക്കടവിൽ മോനുട്ടി മകൻ നിസാറിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാവിലെ അൻസാർ സ്കൂളിന് മുൻവശത്തായിരുന്നു അപകടം. പെരുമ്പിലാവ് ഭാഗത്തു നിന്നും ചങ്ങരംകുളം ഭാഗത്തേക്ക് പോകുന്നതിനിടെ നിസാറിന് അപസ്മാരം വന്നതിനെ തുടർന്ന് ബൈക്ക് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന മറ്റൊരു ബൈക്കിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. നോൺ ബാങ്കിംഗ് ഫിനാൻഷ്യൽ രംഗത്ത് 29 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിച്ചുവരുന്ന അക്വില ഫിനാൻസ് ലിമിറ്റഡിന്റെ കസ്റ്റമർ മീറ്റും ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്റ്റാഫ് മീറ്റും തൃശൂരിൽ നടന്നു. എമർജിംഗ് അക്വില 2024 എന്ന പേരിൽ തൃശൂർ ദാസ് കോണ്ടിനെന്റിൽ സംഘടിപ്പിച്ച മീറ്റിന്റെ ഉദ്ഘാടനം ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത സിനി ആർട്ടിസ്റ്റ് അഞ്ജലി നായർ നിർവഹിച്ചു. കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വിശിഷ്ടാതിഥിയായിരുന്നു. അക്വില ഫിനാൻസ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ പുത്തിരത്ത്, ഡയറക്ടർ ദിവ്യ ജയകുമാർ, ഓൾ കേരള NBFC അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KV ശിവകുമാർ, ഓൾ കേരള NBFC അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഡേവിസ് ആച്ചത്തറ, കമ്പനി സെക്രട്ടറി K ശ്രീകൃഷ്ണകുമാർ, IT കൺസൾട്ടന്റ് K സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. പേഴ്സണൽ ലോൺ, ഗോൾഡ് ലോൺ, ബിസിനസ് ലോൺ, പ്രോപ്പർട്ടി ലോൺ, ഗ്രൂപ്പ് ലോൺ, കാർഷിക ലോൺ തുടങ്ങിയവയെല്ലാം വളരെ ലളിതമായ നടപടിക്രമങ്ങളോടെ അക്വില ഫിനാൻസ് ഉപഭോക്താക്കൾക്ക് നൽകി വരുന്നു. നിലവിൽ തൃശൂർ, പാലക്കാട് ജില്ലകളിലായി 11 ബ്രാഞ്ചുകളിലായി പ്രവർത്തിച്ചു വരുന്ന കമ്പനി ഈ സാമ്പത്തിക വർഷം തന്നെ വിവിധ ജില്ലകളിലായി 10 ബ്രാഞ്ചുകൾ കൂടി ആരംഭിക്കും. നിലവിൽ 200-ൽ പരം ജീവനക്കാരുള്ള അക്വില ഫിനാൻസ് ലിമിറ്റഡ് 2030 സൗത്ത് ഇന്ത്യ മുഴുവൻ വ്യാപിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0487 299 2312. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ മലയോര മേഖലയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ പുലിയിറങ്ങുന്നത് പതിവാകുന്നു. മുപ്പിളിയിലും അതിരപ്പിള്ളിയിലും ജനവാസ മേഖലയിൽ പുലിയിറങ്ങി ഭീതിയോടെ പ്രദേശവാസികൾ.
തൃശൂർ ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരും. ഉഷ്ണതരംഗ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അംഗൻവാടികൾക്ക് ഒരാഴ്ച അവധി. സ്വകാര്യ ബസ്സുകളിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകണമെന്ന പോലീസ് നിർദ്ദേശം പാഴ്വാക്കായി. ടിക്കറ്റ് നൽകാൻ ജീവനക്കാർ തയ്യാറാകാത്തതാണ് തീരുമാനം നടപ്പിലാക്കാത്തതിന് പിന്നിലെന്ന് ബസ്സുടമകൾ. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സ്മാർട്ട് ഫോണുകൾ തകരാറിലാകുന്നതായി പരാതി. തകരാർ പരിഹരിക്കാൻ വൻ തുക ഈടാക്കി സർവീസ് സെന്ററുകൾ. ദക്ഷിണ റെയിൽവേയിൽ മികച്ച വരുമാനമുള്ള സ്റ്റേഷനുകളിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ 9ാം സ്ഥാനത്ത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ വരുമാനം 155 കോടി രൂപ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.